ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റാറില്ലായിരുന്നു. അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് കൂടെ പനിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ വീഡിയോസൊന്നും എടുക്കാനും റെക്കോർഡ് ചെയ്യാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തൊരു ബ്ലൗസിൻ്റെ നെക്കിലും സ്ലീവിലും ചെയ്യുന്ന ഒരു ഡിസൈനാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ്. ഇതിൽ നമ്മൾ കൂടുതലായിട്ട് തുന്നുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കുന്തൻ സ്റ്റോൺ ആണ്. അപ്പോൾ ആദ്യം ഇതുപോലെ ഷുഗർ ബീഡ്സ് കൊണ്ട് ഒരു ലൈൻ പോലെ കൊടുത്തിട്ട് പിന്നെ കുന്തൻ സ്റ്റോണൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണെങ്കിലും ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണിത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്നൊക്കെ നിങ്ങൾക്കൊരു വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ സ്ലീവിൻ്റെ സൈഡിലെ സ്റ്റിച്ചൊക്കെ ഒന്ന് അഴിച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഒരു സെറ്റ് സാരിയുടെ ബ്ലൗസാണിത്. അപ്പോൾ ഇതിൻ്റെ ബോർഡറിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് വർക്ക് കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ എൻഡിൽ മാത്രമായിട്ടാണ് വർക്ക് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് അഴിക്കേണ്ട ആവശ്യമില്ല. അഴിക്കാതെ നമുക്ക് ചെയ്യാം. പക്ഷേ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് അഴിച്ചതിന് ശേഷം നമുക്ക് ഫ്രെയിമിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടി നീറ്റായി കിട്ടും. അപ്പോൾ ഷുഗർ ബീഡ്സിൻ്റെ ലൈൻ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. എപ്പോഴും ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 4 5 കൊടുക്കുക. അതിന് കൂടുതലായിട്ട് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ തൂങ്ങി നിന്നിട്ട് ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ സ്ലീവിൻ്റെ എൻഡിലും നെക്കിലും ഒക്കെ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കുറച്ച് ടൈം കൊണ്ട് മാത്രം ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു വർക്കാണ്. പെട്ടെന്നൊരു ബ്ലൗസ് നിങ്ങൾക്ക് പുറത്തേക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അധികം റേറ്റ് പാടില്ല, എന്നാൽ കാണുമ്പോൾ അത്യാവശ്യം ഗ്രാൻഡ് ആയിരിക്കണം, നല്ല ഫിനിഷിങ്ങൊക്കെ തോന്നണം എന്നുള്ളൊരു വർക്കാണെങ്കിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. ഇപ്പോൾ സെറ്റ് സാരിയുടെ ബ്ലൗസിലൊക്കെ ഇങ്ങനെ കോൺട്രാസ്റ്റ് കളറിലുള്ള ബീഡ്സും സ്റ്റോൺസൊക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസിലൊരു ഗ്രീൻ കളറ് സ്റ്റോൺസ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സാരിയും ബ്ലൗസും ഒക്കെ വരുന്നത് ഇതുപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് വരുന്നത്. അപ്പോൾ ഒരു ഗ്രീൻ സ്റ്റോണും കൂടി ആഡ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തുന്നാനൊക്കെ മടിയുണ്ട്, തുന്നുമ്പോൾ ഒന്നും വൃത്തിയാവുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഇതൊക്കെ അതായത് ബീഡ്സൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഈ വർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വർക്കിന് മാത്രം നമുക്കൊരു 1000 രൂപയൊക്കെ വാങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഷുഗർ ബീഡ്സും കുറച്ച് കുന്തൻ സ്റ്റോൺസും മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ ഒരു ഗോൾഡൻ ബഞ്ച് ബീഡ്സും കൂടി നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഷുഗർ ബീഡ്സ് കൊണ്ട് ഈ ഒരു ലൈൻ ചെയ്തതിൻ്റെ ശേഷം ഒരു 4 5 ഷുഗർ ബീഡ്സ്, ഇവിടെ 4 എടുത്തിട്ടുള്ളത്, 4 5 ഷുഗർ ബീഡ്സും അതിലൊരു ഗോൾഡൻ ബീഡ്സും ഇട്ടിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ പോലെ ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഈ ഗ്യാപ്പിലാണ് നമ്മൾ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ സ്റ്റോണിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വേണം ഈ ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതിനേക്കാളും അത് കറക്റ്റ് ആ ഗ്യാപ്പിൽ ഫിറ്റ് ആയിട്ടിരിക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും ചെയ്യുമ്പോൾ ആ സ്റ്റോൺ വെച്ചിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കറക്റ്റ് ചെയ്ത് ആ ഗ്യാപ്പ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം ഈ ഗ്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഈ സ്റ്റോൺസൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് B7000 പറഞ്ഞ ഗമ്മാണ്. അപ്പോൾ ചിലരൊക്കെ വീഡിയോസിലും ഇതിലൊക്കെ പറയാറുണ്ട് ഫെവിക്രിൽ യൂസ് ചെയ്യാം, അത് നല്ലതാണെന്ന് പറയുമ്പോൾ ഞാൻ പക്ഷേ ഇതുപോലെ മെറ്റൽ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് B7000 ഗമ്മാണ്. പക്ഷേ ഈ ഗമ്മിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഭയങ്കര ആയിട്ട് എന്താ പറയുക, ട്യൂബിൽ നിന്നൊക്കെ ലീക്കായിട്ട് അത് വരുമ്പോഴൊക്കെ പെട്ടെന്ന് കേടുവരും. പക്ഷേ ബോട്ടിൽ പെട്ടെന്ന് കേടുവരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അധികം ലാസ്റ്റ് ചെയ്യുന്നില്ല. ബോട്ടിൽ വലുതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ഇങ്ങനെ ലീക്കായി പുറത്തേക്ക് വന്നിട്ട് അതിങ്ങനെ ഉണങ്ങി പിടിച്ച് എന്തോ പോലെ ആവാറുണ്ട് പലപ്പോഴും. അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നുന്നത്. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഗം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഗ്യാപ്പിലൊക്കെ ഗം ചെയ്ത് കൊടുത്തിട്ട് അവിടെ നമ്മൾ ഈ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആരി വർക്കും സ്റ്റിച്ചിങ്ങും ഒന്നും അറിയില്ലെങ്കിൽ പോലും ഇതുപോലെ നിങ്ങൾക്ക് നോർമൽ നീഡിൽ കൊണ്ട് സിമ്പിളായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ആദ്യം നിങ്ങളുടെ ബ്ലൗസിലും വീട്ടിലുള്ളവരുടെ ബ്ലൗസിലും ചുരിദാറിലൊക്കെ ചെയ്ത് സിമ്പിളായി പഠിച്ച് മറ്റുള്ളവർക്ക് അത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്കൊക്കെ അത് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ വർക്ക് എന്തായാലും കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ കിട്ടും. ഞാനും സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയായിരുന്നു. എനിക്ക് ആരി വർക്ക് സ്റ്റിച്ചിങ് ഒന്നും അറിയില്ല. ഞാൻ നോർമൽ നെയിൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് എല്ലാ വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം ഏണിങ്സ് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 ബോർഡറിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗമ്മ് നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ ഒരു സ്കാറ്റേർഡ് വർക്കും കൂടി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ബ്ലൗസിൻ്റെ സ്ലീവ് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാണ് അതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലെ സ്റ്റിച്ചൊന്ന് അഴിച്ചെടുത്തിട്ട് അതിൽ ഫ്രെയിം ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം കേട്ടോ. ഇനി നമ്മളൊരു ബൂട്ടാസ് വർക്കും കൂടി സ്കാറ്റേർഡ് വർക്കും കൂടി അവിടെ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റോണൊന്നൊരു 3 ഇഞ്ച് ഗ്യാപ്പിൽ മേലോട്ടും താഴോട്ടും ഒരു 3 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഇതിനൊരു ഫ്രെയിം പോലെ കൊടുക്കുന്നുണ്ട്. മൊത്തമായിട്ടല്ല, 2 സൈഡിൽ മാത്രം ഒരു ചെറിയ ഫ്രെയിം പോലെ കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. 4 ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്. അതിന് ശേഷം അടിയിലൊരു ഗോൾഡൻ മഞ്ച് ബീഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് നീഡിൽ നമ്പർ 9 ആണ്. 10 നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ 2 നീഡിലാണ് ഷുഗർ ബീഡ്സ് ഒക്കെ പെട്ടെന്ന് എൻ്റർ ആവുന്നത്. അപ്പോൾ ഈ ഒരു 2 നീഡിലിന് തന്നെ ഒരുവിധ എല്ലാ ബീഡ്സും അതിൽ കൂടെ പോവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു സ്കാറ്റേർഡ് വർക്കും കൂടി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈം കൊണ്ട് തന്നെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ വർക്കൊക്കെ ട്രൈ ചെയ്യുക. പുറത്തുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ടൈലറിങ് ഷോപ്സൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി ചെന്നിട്ട് അവർക്ക് വർക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവരോട് പറയുക നിങ്ങൾക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാൻ വരുമ്പോൾ ഞാൻ ചെയ്തു തരാം. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾ ചെയ്ത വർക്കുകളൊക്കെ ഇടുക. എന്നിട്ട് അതൊരു റീൽസൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്ത് എന്തായാലും നിങ്ങളുടെ വീഡിയോസ് റീച്ചായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡറും കാര്യങ്ങളും കിട്ടും. അപ്പോൾ നമുക്ക് വർക്കൊക്കെ കൊറിയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച്ഡ് ബ്ലൗസിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ ആരി വർക്ക് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളുടേതായ വൃത്തിയിൽ വർക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഓർഡർ കിട്ടും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് പറയണേ.